ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. ഞാനിന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വയനാട് പോയതായിരുന്നു, ഒരു അടിപൊളി റിസോർട്ടിലേക്ക്. റിസോർട്ടിൻ്റെ പേര് ദ കോഫി കൗണ്ടി. സെർച്ച് ചെയ്ത് കുറേ റിസോർട്ട്സ്, റിവ്യൂ ഇതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തതായിരുന്നു. അഫോർഡബിൾ പ്രൈസ്. അപ്പം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. 6 hours ഡ്രൈവ്. ഒരു 2 ആകുമ്പോൾ ചെക്കിൻ ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷേ മഴ തെറ്റിയിട്ട് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കോഫി കൗണ്ടി എന്നിട്ട് അതിൽ കൂടെയാണ് പോയത്. പക്ഷേ എത്തിയത് അവർ വേറെ ബ്രാഞ്ചിലുള്ള റിസോർട്ടിലായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇത് പോകുന്ന വഴിക്കുന്ന കണ്ടപ്പോൾ വ്യൂവും ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് എത്തിയ റിസോർട്ട്. പിന്നെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ കയറി വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതല്ല സ്ഥലമെന്ന്. അവിടുന്ന് ഒരു 10 kilometers പിന്നെയും ഉണ്ടായിരുന്നു. അഗെയിൻ അവിടുന്ന് വിട്ടു. നെക്സ്റ്റ് അങ്ങനെ അവിടേക്ക് എത്താറായപ്പെടുത്ത കുറച്ച് വീഡിയോസാണ്. 2 kilometer ഉണ്ടാവും മഡ് റോഡായിട്ട്. അത് കഴിഞ്ഞാൽ ആ ഒരു റിസോർട്ടിലേക്ക് എത്തും. ഒരു ഫോറസ്റ്റിലൂടെയുള്ള ഒരു അടിപൊളി റിസോർട്ട്. നമ്മളിതാ റിസോർട്ടിലേക്ക് എത്തി, വഴിയെല്ലാം ശരിയാക്കി എത്തി. പിന്നെ ബാഗേജും കാര്യങ്ങളൊക്കെ അവരെടുത്ത് കൊണ്ടുവരുന്നിറങ്ങി. അപ്പോൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വ്യൂ അടിപൊളി, വേറെ വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. റൂം കാണാൻ പോകേണ്ടേ ഉള്ളൂ. മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൂളിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളിവിടെ സഫാരി വില്ല വിത്ത് പ്രൈവറ്റ് പൂളാണ് ചൂസ് ചെയ്തത്. റൂമിൻ്റെ കാഴ്ചകൾ കാണാം.
Yes. സോ റൂമിൽ ചെക്കിൻ അടിപൊളി വ്യൂ ഉള്ള ഒരു പൂളൊക്കെ കിട്ടി. മോന് പൂള് കണ്ടപ്പോൾ തന്നെ ചാടി, ഭയങ്കര സന്തോഷമായി ആൾക്ക്. എന്നിട്ട് കുളിച്ച് ഫ്രഷായി പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് അടിപൊളി കോഫിക്ക് ഓർഡർ ചെയ്ത്. ആ കോഫി പറയേണ്ടതാണ്, സൂപ്പർബായിരുന്നു, ഫിൽറ്റർ കോഫി. പിന്നെ എന്നിട്ട് ഞങ്ങൾ കുറച്ചും കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങി. അവിടെ മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കളിച്ച് മക്കൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞമ്മൾക്കും ഉണ്ടായിരുന്നു ക്യാരംസ്, ലൂഡോ അങ്ങനത്തെ ഒക്കെ ആയിട്ട് നല്ല പ്ലേ റൂമൊക്കെ ഉണ്ടായിരുന്നു, ഇൻഡോറും ഔട്ട്ഡോറും ആയത്. പിന്നെ ഒരു 8 മണിയായപ്പോൾ ഫുഡ് റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. കുറച്ച് നടക്കണം അങ്ങോട്ട്. എന്നിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ബഫേ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. ഇനി നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇൻഷാ അല്ലാഹ്. വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. See you all.